ലൈസൽ ബിറ നന്മയല്ല അന്തുവല്ലു വുജൂഹക്കും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ തിരിക്കലല്ല ഫിസ്സലാത്ത് നിസ്കാര വേളയിൽ ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഭാഗത്തിലേക്ക്. നസ്സല ഈ ആയത്ത് ഇറങ്ങിയത് റദ്ദൻ അലൽ യഹൂദി ജൂതന്മാർക്കെതിരെ മറുപടി പറയാൻ വേണ്ടിയാണ്. വന്നസാറ ക്രിസ്ത്യാനികൾക്കെതിരെ അവർ അതിനെ വാദിച്ച വേളയിൽ അവരെന്താ വാദിച്ചത്? ക്രിസ്ത്യാനികളുടെ അറിയാം നമുക്ക്, അവർ കിഴക്കിലേക്കാണ് അവരുടെ കിബില, മശ്രിഖ് ഭാഗത്തിലേക്ക്. ജൂതന്മാർ പിന്നെ അവരുടെ അങ്ങനെ അനുസരിച്ച് വരും. ബൈത്തുൽ മുഖദ്ദസ് അവിടെ മഗ്രിബ് ഭാഗത്താണ്, മഗ്രിബ് അവരുടെ ആ ഒരു ഇതനുസരിച്ച് വരും. എന്തായാലും അവരവരുടെ കിബിലയാണ് ഉഷാറെന്ന് പറഞ്ഞ് ആ സമയത്താണ് ഇതിറങ്ങിയത്. നന്മ എന്നുള്ളത് എന്താണ്? കിബലൽ മശ്രിഖ് അല്ലെങ്കിൽ കിബലൽ മഗ്രിബ്, അതിലേക്ക് നിങ്ങളുടെ മുഖങ്ങളെ തിരിക്കലല്ല. പിന്നെന്താണ്? വലാകിന്നൽ ബിറ, മറിച്ച് നന്മ എന്നത് അതായത് ദൽ ബിരി, നന്മ എന്നതെന്ന് വെച്ചാൽ നന്മയുള്ളവൻ എന്നാണ് ഇവിടെ അർത്ഥം. നേരത്തെ അവിടെ അങ്ങനെ തന്നെ അർത്ഥം. ഇവിടെ ലൈസിൽ ബിറ നന്മയല്ല എന്ന് വെച്ചാൽ നന്മയുള്ളവൻ, വലാകിന്നൽ ബിറ പക്ഷെ നന്മയുള്ളവൻ എന്ന് വെക്കണം. അതുകൊണ്ടാണ് ഐ ദൽ ബിരി എന്ന് തഫ്സീർ കൊടുത്തിരിക്കുന്നത്. കുരിയ ഒരു ഷാദായ ഖിറാഅത്ത് അല്ലേ? കുരിയ എന്ന് ജലാലൈന് വരുമ്പോൾ ഷാദായ ഖിറാഅത്ത് ആയിരിക്കും. അല്ലാതെ ഇങ്ങനെ ബിത്ത ഈ വലിയ അല്ലെങ്കിൽ ബിത്തഹ്താനിയത്ത് വൽ ഫൗഖാനിയത്ത് എന്നൊക്കെ കൊടുത്താൽ അത് സബ് ഖിറാഅത്തിൽ പെട്ടതായിരിക്കും. സബ് ഖിറാഅത്തിലാണോ അശ്ർ ഖിറാഅത്തിലാണോ? എന്തായാലും മറ്റുള്ള കുരിയാണെങ്കിൽ അത് ഷാദായ ഖിറാഅത്തായിരിക്കും. അപ്പോൾ ഇത് ഷാദായ ഖിറാഅത്തിൽ എന്താ ഉള്ളത്? ബി ഫത്ഹിൽ ബായിന് ഫത്ത് ചെയ്തിട്ട് ഐ ബരി എന്നല്ല, മറിച്ച് എന്താണ്? ഐൽ ബാരി. അതുകൊണ്ടാണ് അത് മാത്രം കൊടുക്കുക, അൽ ബാരിയാണെന്ന് പറഞ്ഞത്. അപ്പം ബായിന് അൽഫും കൂടെ ഉണ്ട്, ബായിൻ്റെ കൂടെ. അപ്പം ബാർ വലാകിന്നൽ ബാറ എന്നുണ്ട്. എന്തായാലും നന്മ, ഗുണവാൻ എന്നാൽ ആരാണ്? ഒരുത്തനാണ്. പക്ഷെ ഗുണവാൻ ഒരുത്തനാണ്. ആമന ബില്ലാഹ്, അവൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. വല്യവുമിൽ ആഖിരി, അന്ത്യദിനത്തെയും കൊണ്ട് വിശ്വസിച്ചു. വൽ മലായികത്തി, മലക്കുകളെയും കൊണ്ട് വിശ്വസിച്ചു. വൽ കിതാബ്, കിതാബിനെയും കൊണ്ട് വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ അതിൽ കുത്തുബി, ഗ്രന്ഥങ്ങളെയും കൊണ്ട്, പല കിതാബുകളെയും കൊണ്ട് വിശ്വസിച്ചു, ഇറക്കപ്പെട്ട. വന്നബീന, നബിമാരെ കൊണ്ടും വിശ്വസിച്ചു. വാത്തൽ മാല, ധനത്തെ നൽകി. അലാന്ന് വെച്ചാൽ മായുടെ അർത്ഥത്തിലാണ്. മാ ഹുബിഹി, അവൻ സ്നേഹിക്കലോടുകൂടി. ലഹുവ, ധനത്തെ. അപ്പം ധനത്തോട്, പണത്തോട് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടു കൂടിയാണ് അവൻ എന്ത് ചെയ്ത പണത്തെ നൽകിയത്. അതേപോലെ കുർബ, അൽ കറാബത്തുള്ള കുടുംബം ഉണ്ടാകുന്ന ആളുകൾക്കും, വലിയ യതാമ, അനാഥർക്കും, വല മസാക്കീന, അഗതികൾക്കും, ജീവിക്കാൻ വകയില്ലാത്ത ആളുകൾ, ഓബന സബീൽ, വഴിയാത്രക്കാർക്കും. അപ്പം വഴിയുടെ മോൻ എന്ന് വെച്ചാൽ എന്താണ്? അൽ മുസാഫിർ, വഴിയാത്രക്കാർക്കും. വസ്സായിലീന, ചോദിക്കുന്ന ആളുകൾക്കും. അത്താലിബീന, തേടുന്ന ആളുകൾക്ക്. വഫി ഫക്കി റിക്കാബ്, വഫി റിക്കാബ് എന്ന് വെച്ചാൽ വഫി ഫക്കി റിക്കാബ്, അടിമ എന്താണ്? പിരടി എന്നൊക്കെയാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ പിരടിയെ അഴിക്കാന്ന് വെച്ചാൽ അടിമ മോചനം, അടിമയെ മോചിപ്പിക്കുന്നതിൽ. എങ്ങനെയുള്ള അടിമയാണ്? അൽ മുഖാത്തബീന, അടിമ മോചനപത്രം എഴുതപ്പെട്ട അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയും പൈസ ചെലവഴിക്കുന്നവർ. വൽ അസറ, തടവിലാക്കപ്പെട്ട ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ആളുകളാണ്. വാഖാമുസ്സല, നിസ്കാരത്തെ നിലനിർത്തുന്ന. സക്കാത്ത് കൊടുത്ത് വീട്ടുന്ന. അൽ മഫ്റൂത്ത, ഫറലാക്കപ്പെട്ട. വമാ ഖബ്ലഹു ഫി തതവ്വുഇ, അതിന് മുമ്പുള്ള ഒന്ന്. അതേപോലെ ഫി തതവ്വുഇ, തതവ്വുഇന്റെ വിഷയത്തിൽ സുന്നത്തായി വരുന്ന ഇതുണ്ടല്ലോ, കൊടുക്കൽ, അതാണ് സക്ക. ഇപ്പം പറഞ്ഞ സുന്നത്തായി വരുന്ന അത്. പിന്നെ വൽ മൂഫൂന ബി അഹ്ദിഹിം, പിന്നെ ആരുമാണ്? വൽ മൂഫൂന ബി അഹ്ദിഹിം, അവരുടെ കരാറുകൾ പൂർത്തീകരിക്കുന്നവരാണ്. ഇദാ അഹദുല്ലാഹ്, അവർ അള്ളാഹുവിനോട് കരാർ വെച്ചാൽ. അവിന്നാസൽ, ജനങ്ങളോട്. വസ്സാബിരീന എന്നുള്ളതിന് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യപ്പെട്ടാൽ മദ്ഹി, മദ്ഹ് എന്ന് പറഞ്ഞു. അപ്പം അംദഹുസാബിരീന അംദഹുസാബിരീൻ എന്ന് വല്ലതും വെക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു? സാബിരീങ്ങളെ നാം മദ്ഹ് ചെയ്യുന്നു എന്ന് പറയണം. എന്താണ്? നംദഹുന്നു ഫിൽ ബഅസാഇ. അപ്പോൾ ഇവരും എന്താണ്? നല്ല ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ ചെയ്യുന്നു, മദ്ഹ് ചെയ്യുന്നു എന്ന അർത്ഥം കൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? അതിന് നസ്ബ് കിട്ടും. ഫിൽ ബഅസാഇ, എവിടെ വെച്ചാണ് അവർ ക്ഷമിക്കുന്നത്? ഫിൽ ബഅസാഇ, ശുദ്ധത്തിൽ, ഫഖരി, ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം, അതാണ് ബഅസ, ദാരിദ്ര്യത്തിൻ്റെ പ്രയാസത്തിൽ, പ്രയാസകരമായ ദാരിദ്ര്യം. പിന്നെ വല്ലറാ എന്ന് വെച്ചാൽ അൽ മറളി, പ്രയാസകരമായ രോഗം, അതാണ് ലറാ, രോഗം. ബഅസ, ദാരിദ്ര്യം, ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലും രോഗഘട്ടത്തിലൊക്കെ ക്ഷമിക്കുന്ന ആളുകളുണ്ടല്ലോ. പിന്നെ വഹീനൽ ബഅസ്, ബഅസിൻ്റെ വേളയിൽ. ബഅസ് എന്ന് വെച്ചാൽ എന്താണ്? വഖത്ത് ശിദ്ദത്തിൽ ഖിതാൽ, യുദ്ധത്തിൻ്റെ ഖിതാലില്ലേ, യുദ്ധം കഠിനമാകുന്ന വേള. ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. അതാണ് വഹീനൽ ബഅസ് പ്രത്യേകം പറഞ്ഞു. ആ സമയത്തും ക്ഷമിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഉലൈക അൽ മൗസൂഫൂന, ഇപ്പം ഉലൈക അവർ, അൽ മൗസൂഫൂന ബിമാ ദുക്ര, പറയപ്പെട്ടത് കൊണ്ടും വിശേഷിപ്പിക്കപ്പെട്ട ആളുകൾ. അല്ലദീന, ഒരു കൂട്ടരാണ്. സദഖൂ, അവർ എന്താണ്? സദഖു, അവർ സാദിഖീങ്ങളായിരിക്കും, സത്യം പറയുന്നവരായിരിക്കുന്നു.
ഫി ഈമാനിഹിം സത്യസന്ധരായിരിക്കുന്ന അവരുടെ ഈമാനിൻ്റെ വിഷയത്തിൽ അവിദ്യ ബിറിനെ വാദിക്കുന്ന വിഷയത്തിൽ അവരാണ് സത്യസന്ധർ, അവരാണ് ശരിക്കും ഗുണവാന്മാർ, അവരാണ് ശരിക്കും മുഅ്മിനീങ്ങൾ. ഔലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ. ഇനി യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുത്തിബ ഫുരിദ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന അൽ ഖിസാസു പ്രതിക്രിയ, അൽ മുമാസലത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രതിക്രിയ എടുക്കൽ, അൽ ഖിസാസു അൽ മുമാസല എന്ന് വെച്ചാൽ മുമാസലത്ത് ഫിൽ ഖത്ല, കൊല്ലപ്പെട്ട ആളുകളിൽ മുമാസലത്ത്, ഒരാളെ പ്രതിക്രിയ എന്ന് പറയും മുമാസലത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യാക്കുക. വസ്ഫൻ, അതെങ്ങനെയാണ് പ്രതിക്രിയ വരുന്നത്? കൊല്ലപ്പെട്ട ആളുകളുടെ പ്രതിക്രിയ അങ്ങോട്ടും ഇങ്ങോട്ടും മുമാസലത്ത് എങ്ങനെയാണ്? വസ്ഫൻ വഫീല, വസ്ഫിനാലും ഫീലിനാലും. അപ്പം ഏതൊരു തരത്തിലാണോ കൊന്നത്, ഇപ്പോൾ സിഹറൊക്കെ വെച്ച് കൊന്നാൽ അങ്ങനെ പ്രതിക്രിയയില്ല, അങ്ങനെയല്ല, ആ രൂപത്തിലല്ല. അപ്പം അല്ലാതെ സാധാരണ ഏത് രൂപത്തിലാണോ കൊന്നത് അതേ രൂപത്തിൽ കൊല്ലാനുണ്ട്, പെർമിഷൻ ഉണ്ട്. പിന്നെ വാള് കൊണ്ട് അങ്ങനെയാണല്ലോ കൊല്ലാല്. അതുപോലെ തന്നെ ഈ വസ്വൊക്കെ ഒത്തിട്ട് വേണം. ആ വസ്വിനെ പറ്റിയാണ് ഇവിടെ അടുത്ത ഈ ആയത്തിന്റെ ബാക്കിയിൽ പറയുന്നത്. അൽഹറു, വസ്വത്താണ് കൊല്ലേണ്ടത്. അൽഹറു യുഖ്തലു ബിൽഹുരി, ഒരു സ്വതന്ത്രം കാരണത്താൽ മറ്റേ അവനെ കൊന്ന സ്വതന്ത്രം കൊല്ലപ്പെടും, അല്ലെ? അതാണ്. വലാ യുഖ്തലു ബിൽ അബദ്, ഒരു അടിമക്ക് പകരമായിട്ട് അവൻ കൊല്ലപ്പെടൂല, ആര്? സ്വതന്ത്രം. അപ്പൊ സ്വതന്ത്ര അടിമയെ കൊന്ന സ്വതന്ത്രനെ കൊല്ലാൻ പറ്റൂല. വൽ അബദു ബിൽ അബദി, അടിമയെ കൊന്നതിന് പകരമായിട്ട് അടിമ കൊല്ലപ്പെടും. വൽ ഉൻസാ ബിൽ ഉൻസാ, പെണ്ണിനെ കൊന്നതിന് പകരമായിട്ട് പെണ്ണ് കൊല്ലപ്പെടും. ഓ ബയ്യനത്തി സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ബയാൻ ചെയ്തു വന്നിരിക്കുന്നു. അന്ന ദക്കറ യുഖ്തലു ബിഹാ. അപ്പൊ ഖുർആനിന്റെ ഭാഷ്യത്തിൽ നിന്ന് മാത്രം മനസ്സിലാകുന്ന എന്താണ്? ഇങ്ങനെ കാണുന്നില്ല, ഇത് കാണുന്നില്ല ഈ ഒരു വിഷയം. എന്നാൽ സുന്നത്ത് വ്യക്താക്കി തരുന്നുണ്ട്, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊന്നാൽ ആ സ്ത്രീക്ക് പകരമായിട്ട് പുരുഷൻ കൊല്ലപ്പെടണം. പിന്നെ എന്തുവാണ്? വഅന്നഹു, നിശ്ചയം കാര്യം, ഹദീസ് എന്താ വ്യക്താക്കി തന്നത്? നിശ്ചയം കാര്യം, തുഅ്തബറുൽ മുമാസലത്ത്, ഈ മുമാസലത്ത് പരിഗണിക്കപ്പെടും ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ. അങ്ങനെ ദീനിന്റെ വിഷയത്തിലും കൂടെ മുമാസലത്ത് പരിഗണിക്കപ്പെട്ടാൽ അങ്ങനെയാണെങ്കിൽ ലാ തുഖ്തലു മുസ്ലിമുൻ, ലാ യുഖ്തലു മുസ്ലിം, ഒരു മുസ്ലിമും കൊല്ലപ്പെടുകയില്ല. വലു അബ്ദൻ, അത് ആ മുസ്ലിം അടിമയാണെങ്കിൽ ശരി, ബി കാഫിരിൻ, ഒരു കാഫറിന് പകരമായിട്ട്, വല വഹർ, ആ കാഫർ സ്വതന്ത്രനാണെങ്കിൽ ശരി. അതായത് ഒരു അടിമ, മുസ്ലിം അടിമ ഒരു സ്വതന്ത്രനായ കാഫറിനെ കൊന്നാൽ പോലും ആ മുസ്ലിം അടിമയെ അതിന് പകരമായിട്ട് തിരിച്ചു കൊല്ലാൻ പറ്റൂല. ഫമൻ ഉഫിയ ലഹു, ഇനി ഫമൻ ആരെങ്കിലും ഉഫിയ ലഹു, അവന് മാപ്പാക്കപ്പെട്ടു, മിനൽ കാത്തിലീന, കാത്തിലീങ്ങളിൽപ്പെട്ട ഒരാൾ, അവരെന്തായി? മാപ്പാക്കപ്പെട്ടു. മിൻ ദമി അഖീഹി, മിൻ ദമി അഖീഹി, തൻ്റെ സഹോദരൻ്റെ ചോരയിൽ നിന്നും. എങ്ങനെയുള്ള? അൽ മഖ്തൂല്, കൊല്ലപ്പെട്ട തൻ്റെ സഹോദരൻ്റെ ചോരയിൽ നിന്നും. ഷെയ്ൻ, എന്തെങ്കിലും ഒന്ന് മാപ്പാക്കപ്പെട്ടാൽ, ബി അൻ തുരിക്കൽ ഖിസാസു മിൻഹു, അവനിൽ നിന്നും പ്രതിക്രിയ എടുക്കപ്പെടലിനെ ഉപേക്ഷിക്കപ്പെടൽ കൊണ്ട്. ഇനി തൻകീറു ഷെയ്ഇൻ, ഷെയ് എന്ന പദം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഷെയ് ലഫ്ളു മുറാദാണെങ്കിൽ ആ ഷെയ് എന്ന പദത്തെ നെക്കറയാക്കിയത് യുഫീദു, അത് ഫായിദ ലഭിക്കുന്നുണ്ട്, അത് അറിയിക്കുന്നുണ്ട്. സുഖൂത്തൽ ഖിസാസ്, ഖിസാസ് സാക്കിത്തായി പോകുന്നു, ഖിസാസ് ഇല്ലാതായി പോകുന്നു. ബിൽ അഫൂവി, മാപ്പാക്കൽ കൊണ്ട്. അൻ ബാവിഹി, അവരിൽ ചിലരെ തൊട്ട്, അല്ല അൻ ബാവിഹി, ആ അതിൻ്റെ ഭാഗിന് അഫു ചെയ്യൽ കൊണ്ട്. അതായത് കുറച്ച് ഭാഗം എന്തായി അഫു ചെയ്തെന്ന് പറഞ്ഞാൽ എന്തായി? ഫുള്ളായിട്ട് എന്താ അഫു ആയി പോകും. പിന്നെ വമിൻ ബാദിൽ വറസത്തി, അനന്തരാവകാശികളിൽ നിന്നും ബാദിൻ്റെ മാപ്പാക്കൽ കൊണ്ട് എന്ത് ഖിസാസ് സാക്കിത്താകൂന്ന് ഇവിടെ ഷെയ്ഇനെ നെക്കിറയാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് എന്താകും? അത് അറിയിച്ചു തരുന്നുണ്ട്. നെക്കിറയാക്കി പറഞ്ഞത് അത് അറിയിച്ചു തരുന്നുണ്ട്. വഫീ ദിക്രി അഖീഹി, അഖീഹി എന്നുള്ള പറച്ചിലുണ്ട് തഅത്തുഫുൻ, ഒരു അനുകമ്പ കാണിക്കലുണ്ട്. തഅത്തുഫുൻ ദാഇൻ, ക്ഷണിക്കുന്ന, ഇലൽ അഫ്വി, മാപ്പാക്കുന്നതിലേക്ക് ക്ഷണിക്കുന്ന, അല്ലെങ്കിൽ മാപ്പാക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു തഅത്തുഫ്, ഒരു വിനയം, ഒരു വിനയത്തെ തോന്നിപ്പിക്കുക എന്നുള്ള സംഗതിയുണ്ട്. അപ്പം കൊല്ലപ്പെട്ടത് തൻ്റെ സഹോദരനാണ്, അഖീഹി എന്നാ പറഞ്ഞു മഖ്തൂലിനെ സംബന്ധിച്ചപ്പോൾ. ഇപ്പോൾ കൊല്ലപ്പെട്ട ആൾ തൻ്റെ സഹോദരനാണ്, അല്ലേ? അപ്പോൾ എന്താണ്? ഒരു തഅത്തുഫ് അവിടെ വരുന്നുണ്ട്. ഈദാന്, ഒരു അറിയിക്കലും അതിലുണ്ട്. ബി അന്നൽ ഖത്ല, നിശ്ചയം ഖത്ല എന്നുള്ളത് എന്താണ്? ലാ യുഖ്തഉ, അത് എന്താക്കൂല? ലാ യുഖ്തഉ, അത് മുറിച്ചു കളയില്ല. ഉഖുവത്തൻ, എന്താണ്? ഉഖുവത്തൽ ഈമാനി, ഈമാൻ എന്ന സഹോദരി ബന്ധം. ഈമാൻ മുഖേന ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, അല്ലേ? മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്നാണല്ലോ.
അപ്പം മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്നുള്ള ആ ഈമാൻ മുഖേനുള്ള ആ സാഹോദര്യത്തിന് എന്ത് മുറിച്ചു കളയില്ല, കൊല എന്നുള്ള സംഗതി മുറിച്ചു കളയില്ല എന്നൊരു അറിയിക്കലും അതിലുണ്ട്. ഇനി ഇവിടുത്തെ വമൻ എന്നത് എന്താണ്? മുബത്തദാണ്. ഫമൻ ഉഫിയ ലഹു എന്നുള്ള ആ മഞ്ഞ് മുബത്തദാണ്, ഷറത്തിയത്തിന് ഷറത്തിയാണ്, ഔ അല്ലെങ്കിൽ മൗസൂലത്ത്, ഒന്നുകിൽ ഷറത്തിയാണെന്ന് വെക്കാം അല്ലെങ്കിൽ മൗസൂലാണെന്ന് വെക്കാം. എന്തായാലും വല്ല ഖബറും മുബത്താണല്ലോ, അതിൻ്റെ ഖബർ എന്താണ്? ഫത്തിബാ ഉൻ. അങ്ങനെ ആരെങ്കിലും അങ്ങനെ അഫു ചെയ്യപ്പെട്ടാൽ ഫത്തിബാ ഉൻ എന്താണ്? ഫത്തിബാ അപ്പോൾ തുടരലാണ്. അതായത് ഫഅലൽ ആഫി അപ്പോൾ അഫു ചെയ്തു കൊടുത്ത ആളുടെ മേൽ നിർബന്ധമാണ് ഇത്ബാഉലിൽ ഖാത്തിലി കൊന്ന ആളെ തുടർത്തൽ ബിൽ മഅറൂഫി ഒരു മഅറൂഫ് ഉണ്ട്, നല്ല രൂപത്തിൽ തുടർത്തുക. അതെങ്ങനെയാണ് നല്ല രൂപത്തിൽ മഅറൂഫ് കൊണ്ട് തുടർത്തുക? ബി ഐ യുതാലിബഹു ഈ പുറത്തു കൊടുത്ത് മാപ്പാക്കിയവനുണ്ടല്ലോ, മാപ്പാക്കിയവൻ മറ്റവനോട് തേടുന്നുണ്ട്, ഖാത്തിലിനോട് തേടൽ കൊണ്ട് ദിയത്തിന് ബില അൻഫൊന്നും കൂടാതെ, അതായത് ഒരു പൗരുഷ സ്വഭാവം ഒന്നും കൂടാതെ. പിന്നെ വതർതീബു ഇത്ബായിനെ തുടർത്തൽ, അതായത് അഫുവിൻ്റെ മേൽ ഇത്ബായിനെ തുടർത്തുക. ഉണ്ടോ? ഫമൻ ഉഫിയ ലഹു മിൻ അഖീ ഷൈഉൻ ഫത്തിബാഉൻ എന്ന് പറഞ്ഞില്ലേ? ഇത്തിബാ അല്ലെങ്കിൽ ഇത്ബാ എങ്ങനെയാണെന്ന് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഇത്തിബാ എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. എങ്ങനെയാണെങ്കിലും അങ്ങനെ തുടർത്തൽ അത് യുഫീദു അറിയിക്കുന്നുണ്ട് അനൽ വാജിബ നിശ്ചയം വാജിബ് അഹദുഹുമാ അതിലേതോ ഒന്നെന്നാണ്. വഹുവ അഹദ് കൗലൈ ഷാഫി, അതാണ് ഷാഫി ഇമാമിൻ്റെ. അപ്പോൾ ഏതെങ്കിലും ഒന്നാണ് വാജിബാവുക. അതാണ് ഷാഫി ഇമാമിൻ്റെ രണ്ട് കൗലുകളിൽ ഒന്ന്. വസാനി രണ്ടാമത്തെ കൗൽ എന്താണ്? അൽ വാജിബുൽ ഖിസാസ് തന്നെയാണ് വാജിബ്. പിന്നെ ദിയത്ത് എന്നുള്ളതാണ് ബദലാണ്, അതിനെ തൊട്ട് പകരം വരുന്നതാണ്. ഫലോ അഫ ഇനി ആരെങ്കിലും മാപ്പാക്കി വലം യുസമ്മിഹ ഈ മാപ്പാക്കിയ ആള് ഈ ദിയത്തിനെ പറഞ്ഞില്ല, അങ്ങനെയെങ്കിൽ ഫലാശയ ഒന്നുമില്ല, കാത്തിൽ ഒരു സാധനം കൊടുക്കണ്ട, കാത്തിലിൻ്റെ മേലെ കിസാസ് എടുക്കൂല. റുജിഹ അതാണ് റാജിയാക്കപ്പെട്ടത് ഈ രണ്ടാമത്തത്. വലൽ കാത്തിൽ ഈ കാത്തിലിൻ്റെ മേൽ നിർബന്ധമാണ് അതാ ഉല്ലി ദിയത്ത് കൊടുക്കുകയാണെങ്കിൽ ദിയത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇലൈഹി ആരിലേക്ക്? ഐൽ ആഫി അഥവാ ആഫിയിലേക്ക്, മാപ്പാക്കിയവനിലേക്ക്. വഹുവൽ വാരിസു അതാരായിരിക്കും? വാരിസായിരിക്കും, മരിച്ചയാളുടെ അനന്തരാവകാശിയായിരിക്കും. ബി ഇഹ്സാൻ നല്ല രൂപത്തിൽ എന്ന് വെച്ചാൽ ബിലാ മത്തലിന് നീട്ടിക്കൊണ്ടു പോകാതെ, അതായത് വേഗം തന്നെ കൊടുക്കണം, സമയം നീട്ടാതെ. അതാണ് മത്തൽ നീട്ടുക എന്നാണ്, അവധി വെച്ച് നീട്ടുക കടമൊക്കെ. വല ബഹ്സ് കൂടാതെ, ബഹ്സ് എന്ന് വെച്ചാൽ കുറയ്ക്കാതെ, ദിയത്തിൻ്റെ വിഷയത്തിൽ കുറവ് വരുത്താതെ കാലതാമസം വരാതെ കൊടുക്കുക എന്നുള്ള ബാധ്യത ആർക്കുണ്ട്? കാത്തിലിനുണ്ട്. ദാലിക്കൽ ഹുക്കുമുൽ മദ്കൂർ ഈ പറയപ്പെട്ട ഹുക്കുമുണ്ടല്ലോ, പറയപ്പെട്ട ഹുക്കുമ് മിൻ ജവാസിൽ ഖിസാസ് അനുവദനീയമാകുമെന്നതിനാൽ അഫു അൻഹു ആ ഖിസാസിനെ തൊട്ട് മാപ്പാക്കലും അനുവദനീയമാകുമെന്നതിനാലുള്ള ആ ഹുക്കുമ് എന്തിൻ്റെ മേൽ മാപ്പാക്കാല? ദിയത്തിൻ്റെ മേൽ മാപ്പാക്കുക എന്നുള്ള ഒരു ഹുക്കുമുള്ള തഖ്ഫീഫുൻ തസ്ഹീലുൻ എളുപ്പമാക്കലാണ് മിറബിക നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മത്തുൻ കാരുണ്യമാണ് ബിക്കും നിങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ ഒരു കരുണയുടെ ഭാഗത്താണ്. ഏത് നിലയ്ക്ക്? ഹൈസു വസ്സഅ ഫീ ദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകി ഫീ ദാലിക ആ വിഷയത്തിൽ. എന്ന വലം യഹ്തിം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിച്ചിട്ടില്ല വാഹിദിനെ ഒന്നിനെ മിൻഹും ആ രണ്ട് കാര്യങ്ങളെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്യണം അല്ലെങ്കിൽ ഇത് മാത്രം ചെയ്യണം അങ്ങനെ അള്ളാഹ് നിർബന്ധിച്ചിട്ടില്ല. കമാ ഹത്തമ അള്ളാഹ് നിർബന്ധിച്ചതുപോലെ യഹൂദി ജൂതന്മാരുടെ മേൽ ഖിസാസിനെ നിർബന്ധമാക്കിയതുപോലെ വാലൻ നസാറ ക്രിസ്ത്യാനികളുടെ മേൽ ദിയത്തിന്. അപ്പൊ ക്രിസ്ത്യാനിയാണ് കൊന്നതെങ്കിൽ ക്രിസ്ത്യാനിക്ക് എന്താണ് അവരുടെ ഇതിൽ വേണ്ടത്? ദിയത്ത് നിർബന്ധമാണ്, അവിടെ ഖിസാസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ജൂതനാണെങ്കിൽ അവിടെ എന്ത് നിർബന്ധമില്ല, അവിടെ ദിയത്തല്ല കൊടുക്കണം, അവിടെ ഇത് തന്നെ കൊടുക്കണം, ഖിസാസ് തന്നെ നടക്കണം. പക്ഷേ നമ്മുടെ വിഷയത്തിൽ അള്ളാഹ് എന്ത് ചെയ്തു? നല്ലൊരു ഇളവാ തന്നിരിക്കുക. അതോ ഇതോ നമ്മുടെ അഫു ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ദിയത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ദിയത്തും വേണ്ടെന്നെങ്കിൽ ദിയത്തും കൊടുക്കണ്ട. അപ്പോൾ വലിയൊരു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് തഖ്ഫീഫാണ് അഥവാ തസ്ഹീൽ എളുപ്പമാക്കലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഫമനിയത്തത ആരെങ്കിലും അക്രമം വെച്ച് പുലർത്തിയാൽ അക്രമം നടത്തിയാൽ ലലമൽ കാത്തിലിനോട് ദുൽമ് കാണിച്ചാൽ അക്രമം കാണിച്ചാൽ എങ്ങനെയാണ്? ബിയാൻ ഖത്ലഹു ഈ ഒരുത്തൻ എന്ത് ചെയ്തു? കാത്തിലിനെ കൊന്നയാൾ എന്ത് ചെയ്തു? തിരിച്ചു പോയി കൊന്ന്. ബാദ ദാലിക അതിനുശേഷം എന്ന് വെച്ചാൽ അയിൽ മാപ്പാക്കി
മാപ്പാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, പ്രതികാരം ഒന്ന് തോന്നിയിട്ട് എന്ത് ചെയ്യുക, കൊല്ലുക. അതാണ് അക്രമം പ്രവർത്തിക്കുക. ഇങ്ങനെ ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചാൽ ഫലഹു അവനുണ്ട് അദാബുൻ അലീം വേദനാജനകമായ മുഅ്ലിമുൻ വേദന ഉണ്ടാക്കുന്ന ശിക്ഷയുണ്ട്, ഫിൽ ആഖിറത്തി ആഖിറത്തിൽ ബിന്നാരി നരകം കൊണ്ട്, ഔ ഫിദ് ദുനിയ അല്ലെങ്കിൽ ദുനിയാവിലുണ്ട്, ഫിൽ ഖത്ലി കൊല ചെയ്യൽ കൊണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ ഖിസാസി പ്രതിക്രിയയിൽ, കൊലപാതകം നടക്കുമ്പോൾ അതിന്റെ പ്രതിക്രിയയിൽ നിങ്ങൾക്കുണ്ട്, ഹയാത്തിന് ഒരു ജീവിതമുണ്ട്, അതായത് ബഖാഉൻ അളീം വലിയൊരു ബാക്കിയാവലുണ്ട്, വലിയൊരു ബാക്കിയാവലുണ്ട് എന്താണെന്ന് പറയും. യാ ഉലിൽ അൽബാബ് അല്ലയോ ഹൃദയമുള്ള ആളുകളെ, ദവിൽ ഉഖൂലി ബുദ്ധിയുള്ള ആളുകളെ. ലി അന്നൽ ഖാത്തില എന്താണ് ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞത്? ലി അന്നൽ ഖാത്തില കാരണം നിശ്ചയം കൊലപാതകി, അതായത് കൊലപാതകി എന്ന് വെച്ചാൽ കൊലപാതകം ചെയ്യാൻ പോകുന്ന ആളെന്നാണ് ഇവിടെ ഉദ്ദേശം. മജാസാണ് അല്ലേ, കാരണം പിന്നെ ചെയ്യാൻ പോകുന്നു എന്നൊരു ഇതില് മജാസ് അല്ലല്ല, മജാസ് കൊല ഉദ്ദേശിച്ച ആള്, കൊല ചെയ്തിട്ടില്ല, കൊല ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണിത്. അപ്പോ എന്തായാലും ഇതാ അലിമ ഇവൻ അറിഞ്ഞാൽ അയ്യുഖ്തല അവൻ കൊല്ലപ്പെടലിനെ അറിഞ്ഞാൽ ഇർത്തദ അവൻ ഒഴിഞ്ഞു മാറും, ഫഅഹ്യ നഫ്സഹു അങ്ങനെ അവൻ എന്താകും, തൻ്റെ സ്വന്തം നഫ്സിന് ജീവൻ നൽകുന്നവനാകും. വമൻ അറാദ പിന്നെ വമൻ ഒരുത്തനും ജീവൻ നൽകുന്നവനാകും, അറാദ ഇവൻ ഉദ്ദേശിച്ചു കത്തലഹു മറ്റവനെ കൊല്ലാൻ. അപ്പോൾ സ്വന്തവും രക്ഷപ്പെട്ട്, സ്വന്തം ശരീരം രക്ഷപ്പെട്ട്, കിസാസ് എടുക്കുമ്പോൾ കൊല്ലപ്പെടുമല്ലോ, അങ്ങനെ രക്ഷപ്പെട്ട് താൻ ആരെയാണോ കൊല്ലാൻ വിചാരിച്ച അയാൾക്കും ഇയാളൊരു ജീവൻ നൽകിയവലുണ്ട്. അപ്പം കിസാസിൽ എന്തുണ്ട്, ഒരു ഹയാത്തുണ്ട്, അതായത് ബക്കാവനാണ് വലിയൊരു ബാക്കിയാവലുണ്ട്. അങ്ങനെ അത് കാരണത്താലാണ് ശരിയ ഈ കിസാസ് ഷറഅക്കപ്പെട്ടത്. ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ, നിങ്ങൾ പേടിക്കുന്നവരാകാൻ വേണ്ടി. എന്തിനാൽ ഖത്ല കൊലയെ, മഖാഫത്തുൽ കവദിനെ പേടിച്ചത് കാരണത്താൽ. കവദ് എന്ന് വെച്ചാൽ കിസാസ് തന്നെയാണ്. കുത്തിബ ഫുരിള അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു, ഇദാ ഹളറ സന്നിഹിതമായാൽ, അഹദുക്കും നിങ്ങളുടെ ഒരാൾക്കൽ മൗത്ത് മരണം സന്നിഹിതമായാൽ, ഐ അഥവാ അസ്ബാബുഹ മരണത്തിന്റെ സബബുകൾ സന്നിഹിതമായാൽ, ഇൻ തറക ഖൈറാ അവൻ ഏതെങ്കിലും ഒരു ഖൈറിനെ ഉപേക്ഷിച്ചാൽ, വെച്ചാൽ മാലൻ ധനത്തെ ഉപേക്ഷിച്ചാൽ, അൽ വസിയത്തു അപ്പം ഒരാൾക്ക് നിങ്ങളുടെ ഒരാൾക്ക് മരണം സന്നിഹിതമായാൽ പിന്നെ തീർന്നില്ല, വീണ്ടും ഷർത്ത് അയാൾ എന്തെങ്കിലുമൊക്കെ ധനം സൂക്ഷിച്ചു വെച്ച് ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ, ധനം എന്തായിട്ട് ഒഴിവാക്കി പോകുന്ന വെച്ചാൽ ധനം ബാക്കിയായിട്ടുണ്ട്, കുറച്ച് കയ്യിൽ പൈസ ഉണ്ട്, അങ്ങനെയെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അൽ വസിയത്ത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ മർഫൂബി കുത്തിബ എന്ന മജ്ഹൂലായ ഫീലില്ലേ, ആ മജ്ഹൂലായ ഫീൽ കൊണ്ട് അൽ വസിയത്തിന് എന്ത് കിട്ടി, റഫ് കിട്ടി, അതായത് നായിബൻ ഫായിലാണ്. ഇനി ഈ കുത്തിബയോ അത് മുതഅല്ലിഖുൻ ഇവയോട് ബന്ധപ്പെടുന്നതാണ്, ഇവയോട് ബന്ധപ്പെട്ട അതാണ് ഇദാ ഹളറ അഹദക്കുമുൽ മൗത്ത് നിങ്ങളിൽ ഒരാൾക്ക് മരണം സന്നിഹിതമാകുമ്പോൾ നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. അപ്പം ഇൻ കാനത്ത് ഈ ഇവയാകുമ്പോൾ ഇവയായാൽ ലറഫിയത്താണ്. ഇതാ ലറഫിയത്താണെങ്കിൽ ആ ഇവയുടെ മുത്തഅല്ലഖായിരിക്കും ഏത്, കുത്തിബ എന്നത്. ഇനി വദാലുൻ അലാ ജവാബിഹ ഈ കുത്തിബ എന്നുള്ളത് ദാലുൻ അറിയിക്കുന്നതുമാണ്, അലാ ജവാബിഹ അതിന്റെ ജവാബിന്റെ മേല്. ഏതിന്റെ ജവാബ്, ഈ ഇവയുടെ ജവാബിന്റെ മേല്. ഇൻ കാനത്ത് ഈ ഇത ആയാൽ ഷർത്തിയ, ഇവ ഷർത്തിയാണ്. അപ്പൊ ഇവ രണ്ടെണ്ണമുണ്ട്, ഇവ ഷർത്തിയാണ്, അതേസമയം ഇവ എന്തുവാണ്, ലറഫാണ്. അപ്പൊ ലറഫിയാണെന്ന് പറയുമ്പോൾ ലറഫിനോട് ബന്ധപ്പെടുന്നതാണ് കുത്തിബ എന്ന ഫീല്. ഇനി ഇത ഷർത്തിയത്താണെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ജവാബുണ്ട്, ആ ജവാബ് കളയപ്പെട്ടാണ്. അപ്പോൾ ജവാബ് കളയപ്പെട്ട ജവാബിനെ അറിയിച്ചു തരുന്ന സാധനം അതാണ് കുത്തിബ എന്ന്. അതായത് ഇദാ ഹളറ അഹദകുൽ മൗത്ത് കുത്തിബ എന്നുണ്ടാകും. അപ്പോൾ കളയപ്പെട്ട, അതിന് മുമ്പ് കുത്തിബ വന്നുകൊണ്ട് മനസ്സിലാൻ കഴിയും. ജവാബ് ഇനിയിപ്പം ഇതയുടെ കാര്യം കഴിഞ്ഞ് ഇനി ഇന്നുണ്ടല്ലോ, ഇനി ഷർത്തിയത്തല്ലേ. ജവാബ് ഇന്നിന്റെ ജവാബോ അതായത് ഫൽ യൂസി എന്നാണ് ഉണ്ടാവുക. ഫൽ യൂസി എന്താണ്, ഇൻ തറക ഹൈറ അവൻ ഏതെങ്കിലും മാലിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, ഫൽ യൂസി അവൻ വസിയത്ത് നടത്തട്ടെ. ലിൽ വാലിദൈൻ ആർക്കൊക്കെയാണോ വസിയത്ത് ചെയ്യേണ്ടത്, ലിൽ വാലിദൈൻ രണ്ട് മാതാപിതാക്കൾക്കും, വൽ അഖറബീന കുടുംബക്കാർക്കും, ബിൽ മഅറൂഫി മഅറൂഫ് കൊണ്ടെന്ന് വെച്ചാൽ നല്ലത് കൊണ്ടെന്ന് വെച്ചാൽ, ബിൽ അദ്ലി നീതിപൂർവമായിട്ട് അവൻ വസിയത്ത് ചെയ്യട്ടെ. എങ്ങനെ, ബി അല്ലാ യസീദ് നീതിപൂർവത്തിന്റെ രൂപം എങ്ങനെയാണ്, ബി അല്ലാ യസീദ അവൻ വർദ്ധിപ്പിക്കാതിരിക്കൽ കൊണ്ട്, അലഹ്തല അല്ലെങ്കിൽ വർദ്ധിക്കാതിരിക്കൽ കൊണ്ട്. ഇവന്റെ ഈ ചെയ്യല് വസിയത്ത് ചെയ്യല് അല്ലെങ്കിൽ ഇവൻ വർദ്ധിപ്പിക്കാതിരിക്കൽ കൊണ്ട് വസിയത്തിനെ. മൂന്നിലൊന്നിനേക്കാൾ അവൻ ആകെയുള്ള സ്വത്തിന് മൂന്നിലൊന്നിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
വസിയത്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ മേലെ ചെയ്യാൻ പറ്റില്ല. വല യഫ്ലുൽ വനിയ വല യുഫല്ലിൽ വനിയ വല യുഫല്ലിൽ വനീനാണ് കൂടുതൽ ഫവർ നൽകാതിരിക്കുക, കൂടുതൽ എക്സ്ട്രാ നൽകാതിരിക്കുക. വനീനെ പൈസക്കാരനെന്ന് വെച്ചിട്ട് 2 മക്കളുണ്ടെങ്കിൽ 1 മോന് കൂടുതൽ കൊടുക്കുക, അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക. അതാണ് മഅറൂഫ് അഥവാ അദ്ൽ കൊണ്ടുള്ള വിവക്ഷ. ഹഖൻ എന്ന് വെച്ചാൽ എന്താണ്? മസ്തർ മുഅക്കിദുൽ ലി മദ്മൂനിൽ ജുംലത്തി ഖബ്ലഹു. മസ്തർ അതൊരു മസ്തറാണ്, മുഅക്കിദ് അതായത് മഫ്ഊൽ മുത്ലഖ് ആണെന്നാണ്. മുഅക്കിദ് മസ്തർ മഫ്ഊൽ മുത്ലഖ് പല അർത്ഥത്തിൽ വരും. മുഅക്കിദ് ഉണ്ട്, മുബയ്യിൻ ഉണ്ട്, പിന്നെ എണ്ണ അറിയിക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണ്? തഅ്കീദ് നൽകാൻ വേണ്ടി, ശക്തിപ്പെടുത്താൻ വേണ്ടി. ലി മദ്മൂനി ആശയത്തെ അൽ ജുംലത്തി, ജുംലയുടെ ആശയം. ഏത് ജുംല? ഖബ്ലഹു, അതിന്റെ മുമ്പുള്ള. ഈ ഹഖൻ എന്നതിന് മുമ്പുള്ള ജുംല ഏതാണ്? അൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് എന്നല്ലേ? ആ പറഞ്ഞ ആ ജുംലയുള്ള ആശയത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന മസ്തറാണ് ഇത് എന്ന്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഇത് അവരുടെ മേലൊരു ബാധ്യതയായിരിക്കുന്നു. ഇത് അവരുടെ മേലൊരു ബാധ്യതയായിരിക്കുന്നു. മരണം സന്നിഹിതമായ ആൾക്കാരോട് ബാധ്യതയായിരിക്കുന്നു. അപ്പോൾ മഫ്ഊൽ മുത്ലഖാണ്, കളയപ്പെട്ട ഫീലിന് മഫ്ഊൽ മുത്ലഖ്. മറ്റേനെ തഅ്കീദ് ചെയ്യാൻ വേണ്ടി വന്ന. പിന്നെ അലൽ മുത്തഖീൻ, ആർക്കാ ഇതെല്ലാം ഹക്ക് ബാധ്യതയായിട്ടുള്ളത്? അലൽ മുത്തഖീൻ, അള്ളാഹുവിന് ഭയഭക്തിയോടുകൂടി, അള്ളാഹുവിനോട് ഭയഭക്തിയോടുകൂടി വർത്തിക്കുന്ന ആളുകൾക്ക്. എന്തായാലും ഈ ആയത്തിലുള്ള ഹുക്മ് മൻസൂഹുൻ, അത് നസ്ഖ് ചെയ്യപ്പെട്ടതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഈ ആയത്തിൽ മീറാത്തി അനന്തരാവകാശങ്ങളെ പറ്റി വരുന്ന ആയത്തുണ്ട്. അതുകൊണ്ട് ഹദീസ് കൊണ്ട്. എന്താണ് ഹദീസ്? ലാ വസിയ്യത വാരിസിൻ, വാരിസിന് എന്തില്ല? വസിയത്തില്ല. ഓൾറെഡി അനന്തരം എടുക്കേണ്ട ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വസിയത്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഹദീസ് ഉണ്ട്. അപ്പം ഹദീസ് ആയത്തിന് എന്ത് ചെയ്യുന്നു മനസ്സിലായി? നസ്ഖ് ചെയ്യുമെന്ന് മനസ്സിലായി. റവാഹു തുർമുദി, ഈ ഹദീസിനെ നിവേദനം ചെയ്ത് ബഹുമാനപ്പെട്ട തുർമുദി ഇമാമാണ്. ഫമൻ ബദ്ദലഹു, ഫമൻ ആരെങ്കിലും ബദ്ദലഹു അതിനെ മാറ്റം വരുത്തിയാൽ, അയിൽ ഈസാ ഈ വസിയത്തിനെ മാറ്റം വരുത്തി. ഒരാൾ വസിയത്ത് ചെയ്തു, എന്നിട്ടായി അവിടെ അടുത്തുള്ള ആളെന്ത് വസിയത്തിന് മാറ്റി പറഞ്ഞു. മൻ ഷാഹദ മൻ ഷാഹദ, അത് ഇത് എന്താണ് ഇതിന് സാക്ഷിയായ ആള്. പിന്നെ വസിയ അല്ലെ, വസിയത്ത് ഏൽപ്പിക്കപ്പെട്ട ആള്. അപ്പോൾ അവരൊക്കെ എന്തായാലും ആ കൂട്ടത്തിൽ ആരെങ്കിലും എന്ത് ചെയ്തു? അതിന് മാറ്റം വരുത്തിയാൽ, ബഅദമാ സമയഹു, അവൻ ഈ വസിയത്തിനെ കേട്ടതിന് ശേഷവും, കേട്ടെന്ന് വെച്ചാൽ അലിമഹു അതിനെ അറിഞ്ഞതിന് ശേഷം, അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തിയാൽ, വസിയത്ത് മരിക്കാൻ പോകുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യുമല്ലോ, അതിന് മുമ്പായിട്ട്. അപ്പോൾ ഈ വസിയത്ത് ചെയ്ത വസിയത്തിൻ്റെ രൂപമൊക്കെ മാറ്റി, വിഹിതങ്ങളൊക്കെ വേറൊരു തരത്തിലാക്കിയാൽ, ഫഇന്നമാ ഇസ്മുഹു അൽ ഈസാഇൽ മുബദ്ദലി, ഈ മാറ്റം വരുത്തപ്പെട്ട ഈസായില്ലേ, വസിയത്ത് ചെയ്യൽ, മാറ്റം വരുത്തപ്പെട്ട വസിയത്ത് ചെയ്യൽ. അതായത് മരിച്ച ആളെന്താ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ വസിയത്ത് വേറൊരു തരത്തിലാക്കി മാറ്റിയ അതിൻ്റെ കുറ്റം ആരുടെ മേലാണ്? അലല്ലദീന യുബദ്ദിലൂനഹു, അലല്ലദീന ഒരുത്തരുടെ മേൽ മാത്രമാണ് ഇന്നമല്ല നിൽക്കുന്നത്. യുബദ്ദിലൂനഹു, ആ ഈസായിനെ മാറ്റിമറിച്ച ആളുടെ മേൽ മാത്രമാണ്, മാറ്റിമറിക്കുന്ന ആളുകളുടെ മേൽ മാത്രമാണ്. ഫീ അതിലുണ്ട് ഇഖാമത്തുൽ ലാഹിരി, ലാഹിറിനെ നിർത്തലുണ്ട്. ലാഹിറായ പദത്തെ മക്കാമൽ മുൽമരി, ലമീറിൻ്റെ സ്ഥാനത്ത് അവിടെ ഇതിൻ്റെ നിർത്തലുണ്ട്. അപ്പം ലമീറിൻ്റെ സ്ഥാനത്ത് ഇവിടെ നിർത്തിയെന്ന് കാരണം അലൈഹിന്നോ അല്ലെങ്കിൽ അലൈഹി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അലൈഹി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മന്നിൻ്റെ മാന പരിഗണിച്ചാണെങ്കിൽ അലൈഹിം ഫൈന്നമാ ഇസ്മുഹു അലൈഹിം, ലഫ്ള് പരിഗണിച്ചാണ് ഫൈന്നമാ ഇസ്മുഹു അലൈഹി എന്നും വല്ലതും പറഞ്ഞു. ഇതിപ്പോൾ അലല്ലദീന യുബദ്ദിലൂന, ലമീറിനെ കൊണ്ടുവന്നില്ല, മറിച്ച് ഒരു ലാഹിറിനെ തന്നെ കൊണ്ടുവന്നു. റസൂൽ ലാഹിറാണ്. വസിയത്ത് നടത്തുന്ന ആളുണ്ടല്ലോ, അയാളുടെ കൗലിനെ കേൾക്കുന്നവനാണ്. അലീമും ബിഫിഇലിൽ വസി, ഈ എന്താണ് വസിയത്ത്, വസി എന്ന് വെച്ചാൽ വസിയത്ത് ഏൽപ്പിക്കപ്പെട്ട ആൾ. വസിയത്ത് ഏൽപ്പിക്കപ്പെട്ട ആളുടെ ഫിഇലിനെ പറ്റി നല്ലപോലെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ഫമുജാസിൻ അലൈഹി, അതിൻ്റെ മേൽ പ്രതിഫലം നൽകുന്നവനാണ് അല്ലാഹു തആല.